ചർച്ച് ബിൽ ആക്ടിനെതിരെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കരിദിനാചരണം നടത്തി. ചർച്ച് ബിൽ കേരളത്തിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഒരാലോചനയും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് ഡോക്ടർ പി.കെ. ബിജു എം.പി. മാസങ്ങളായി നിശ്ചലമായ ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയുടെ നിർമ്മാണം പുനരാരംഭിച്ചു. 6 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കാൻ ധാരണ. വീടുകളിൽ നിന്ന് പട്ടാപ്പകൽ 100ഓളം പവൻ മോഷണം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. തൈക്കാട്ടുശ്ശേരിയിലെ വീട്ടിൽ നിന്ന് 50 പവൻ മോഷണം നടത്തിയതും ഇയാളെന്ന് പോലീസ്. ചിമ്മിനി റബ്ബർ തോട്ടത്തിൽ മുനിയറകൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. റബ്ബർ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ മുനിയറകൾ തകർത്തതാണെന്ന് ആക്ഷേപം. പാഞ്ഞാളിൽ റിട്ടയർഡ് അധ്യാപിക കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. വാർത്തകൾ വിശദമായി. ചർച്ച് ബില്ലിനെതിരെ ഓർത്തഡോക്സ് സഭ പള്ളികളിൽ ദിവ്യബലിക്കിടെ കൽപ്പന വായിച്ചു. ചില തൽപര കക്ഷികളുടെയും പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപിത താൽപര്യങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ചർച്ച് ബില്ലിന് പിന്നിലുള്ളത്. രാജ്യത്തെ സിവിൽ കോടതികളുടെ പരിഗണനകൾക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളെല്ലാം സർക്കാർ നിയമിക്കുന്ന ട്രിബ്യൂണലിന്റെ അധികാരപരിധിയിൽ കൊണ്ടുവരാനുള്ള നീക്കം അപലപനീയമാണെന്നും കൽപ്പനയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത് സുപ്രീംകോടതി വിധിയെ അസാധുവാക്കാനുള്ള ശ്രമം കൂടിയാണ്. ബില്ലിന്റെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയുടെ കൽപ്പന പുറത്തിറക്കിയിട്ടുള്ളത്. ചർച്ച് ബിൽ കേരളത്തിൽ നടപ്പാക്കുന്നുവെന്ന വാർത്ത തെറ്റാണെന്നും ഇത്തരത്തിൽ ഒരാലോചനയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും ഡോക്ടർ പി.കെ. ബിജു എം.പി. പറഞ്ഞു. പഴഞ്ഞി സെന്റ് മേരീസ് പള്ളിയുടെ കൂദാശയോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.പി. ചർച്ച് ആക്ട് എന്നൊരു കാര്യം സർക്കാർ ഉദ്ദേശിക്കുന്നേയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് ഇത്തരമൊരു വാർത്ത പ്രചരിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. 10 വർഷം മുൻപ് പള്ളികളെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും അന്ന് സർക്കാർ അത് തള്ളുകയായിരുന്നു. പിന്നീട് വന്ന ഒരു സർക്കാരും മറിച്ച് ചിന്തിച്ചിട്ടില്ല. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട നമ്മുടെ മനസ്സിൽ ആശങ്കകൾ സൃഷ്ടിക്കാനാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നും ബിജു പറഞ്ഞു. സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷനായിരുന്നു. മാസങ്ങളായി നിശ്ചലമായ ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയുടെ നിർമ്മാണം പുനരാരംഭിച്ചു. യൂണിക്, TBL എന്നീ കൺസ്ട്രക്ഷൻ കമ്പനികൾ ചേർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. 6 മാസത്തിനകം അടിപ്പാത പൂർത്തീകരിക്കുമെന്ന കമ്പനിക്കാർ ദേശീയപാത അതോറിറ്റിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. യൂണിക് കമ്പനിക്കാണ് മുരിങ്ങൂർ ഡിവൈൻ നഗർ അടിപ്പാതയുടെ നിർമ്മാണ ചുമതല. 6 മാസത്തിനകം ഇത് പൂർത്തിയാകുമെന്ന് ഏജൻസികൾ പറയുന്നു. എന്നാൽ മഴക്കാലത്തിന്റെ തീവ്രത നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കാനിടയുണ്ട്. തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിലാണ് ഇപ്പോൾ അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നത്. ഇത് പൂർത്തിയായാൽ എറണാകുളം റോഡിലേക്ക് നിർമ്മാണം കടക്കും. അടിത്തറ പൂർത്തിയാകുമ്പോൾ 8 കോടി രൂപ ചിലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നായിരിക്കും അടിപ്പാതയുടെ മുകളിലേക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുക. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നേരത്തെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. BD ദേവസി MLAയുടെ സബ്മിഷനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനി അണ്ടർപാസേജിന്റെ നിർമ്മാണത്തിനായുള്ള പരിഷ്കരിച്ച പ്രോഗ്രാം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിക്കാണ് അണ്ടർപാസേജിന്റെ നിർമ്മാണ ചുമതല. ഇതാണ് നിർമ്മാണം വൈകുന്നതിന് കാരണമെന്ന് നഗരസഭാ അധികൃതർ പറയുന്നു. ചാലക്കുടി മാള റോഡിലെ സിഗ്നൽ സംവിധാനം നിർത്തലാക്കാനായാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. 4-വരിപ്പാത പ്രാബല്യത്തിൽ വന്ന കാലം മുതൽ മുനിസിപ്പൽ ജംഗ്ഷനിൽ അപകടങ്ങളും അപകട മരണങ്ങളും പതിവായി മാറിയിരുന്നു. ഇതേ തുടർന്നാണ് സിഗ്നൽ സംവിധാനം മാറ്റി അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നത്. TCV ചാലക്കുടി. പട്ടാപ്പകൽ വീടുകളിൽ നിന്നും 100ഓളം പവൻ മോഷണം നടത്തിയ കേസിലെ പ്രതിയെ ജില്ലാ ക്രൈംബ്രാഞ്ചും ഒല്ലൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കുപ്രസിദ്ധ മോഷ്ടാവ് പീച്ചി സ്വദേശി പുളിക്കൻ വീട്ടിൽ സന്തോഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജൂലൈ 22-ന് തൈക്കാട്ടുശ്ശേരി വടക്കൂട്ട് പ്രശാന്തിന്റെ വീട്ടിൽ നിന്ന് 50 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ബൈക്കിൽ കറങ്ങി നടന്ന് പൂട്ടിക്കിടന്ന വീട് കണ്ടെത്തി മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. വീടിന്റെ മുൻവാതിലിലൂടെ അകത്ത് കയറി പിൻവാതിൽ തുറന്നതിന് ശേഷം മുൻവാതിൽ ലോക്ക് ചെയ്ത് കവർച്ച നടത്തി മുങ്ങുകയാണ് ഇയാളുടെ പതിവെന്നും പോലീസ് പറയുന്നു. തൈക്കാട്ടുശ്ശേരി കവർച്ചയടക്കം 8 മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ചിമ്മിനി റബ്ബർ തോട്ടത്തിൽ മുനിയറകൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. റബ്ബർ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ മുനിയറകൾ തകർത്തതാണെന്ന് ആക്ഷേപം. പാലപ്പിള്ളി ചിമ്മിനി റബ്ബർ തോട്ടത്തിൽ മഹാശിലായുഗത്തിന്റെ അവശേഷിപ്പുകളായ മുനിയറകൾ കണ്ടെത്തി.
പാലപ്പള്ളി ചിമ്മിനി മേഖലയിൽ പുരാവസ്തു സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ രേഖപ്പെടുത്തുവാനായി സംസ്ഥാന പുരാവസ്തു വകുപ്പ് തൃശൂർ പ്രാദേശിക കേന്ദ്രവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും നടത്തിയ പരിശോധനയിലാണ് പൗരാണിക അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ചിമ്മിനി എസ്റ്റേറ്റിന്റെ ഭാഗമായ അക്കരപ്പാടിക്ക് സമീപവും പാലപ്പള്ളി ചിമ്മിനി വനാതിർത്തിയിലുമാണ് മുനിയറകളുള്ളത്. വശങ്ങളിലും മുകളിലും അടുത്തടുത്ത കരിങ്കൽ പാളികൾ പാകിയ മുനിയറകളിൽ പ്രാചീനകാലത്ത് മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നതായും കരുതുന്നു. എന്നാൽ കരിങ്കൽ പാളികൾ ഇളക്കി മാറ്റിയ നിലയിലാണ് ഇപ്പോൾ മുനിയറകൾ കാണുന്നത്. മുകളിൽ പാകിയ കരിങ്കൽ പാളി പൂർണ്ണമായും ഇളക്കി മാറ്റിയ നിലയിലാണ്. കല്ലുപാകി അടിത്തറയിട്ട മുനിയറകളുടെ സമുച്ചയത്തിനകത്ത് റബ്ബർ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട്. റബ്ബർ നടുന്നതിന്റെ ഭാഗമായി മുനിയറകൾ തകർത്തതാണെന്നാണ് പരിശോധനാ സംഘത്തിന്റെ നിഗമനം. ഇവിടെ നിന്നും നീക്കം ചെയ്ത കരിങ്കൽ പാളികൾ കൊണ്ടുപോയി സമീപ പ്രദേശങ്ങളിൽ നാട്ടുകാർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. 1936 കൊച്ചിൻ സർക്കാർ ഗസറ്റ് പ്രകാരം എലിക്കോട് ഗണപതി വിഗ്രഹം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇവിടെ ഇപ്പോൾ ക്ഷേത്രം നിലവിലുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും ബലിക്കല്ലുകളും ശിലാപീഠങ്ങളും ഇപ്പോഴുമുണ്ട്. ഓരോ സ്മാരകങ്ങളുടെയും ശരിയായ സ്ഥാനം, ഇപ്പോഴത്തെ അവസ്ഥ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുവാനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തിവരുന്നത്. പുരാവസ്തു വകുപ്പിലെ ഗൈഡ് പ്രശാന്ത്, പരിഷത്ത് പ്രവർത്തകരായ കെ അനീഷ് കുമാർ, അബ്ദുൾ ഗഫൂർ, VA ലിൻഡോ, സിൻഡാക്സ്, എലിക്കോട് ആദിവാസി കോളനിയിലെ ഉണ്ണിച്ചക്കൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. പാഞ്ഞാളിൽ റിട്ടയർഡ് അധ്യാപിക കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ, നാട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുള്ളതിനാൽ മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാണ് ശരീരത്തിലെ ശാസ്ത്രീയമായ തെളിവുകൾ ലഭ്യമാവുകയുള്ളൂ. നിലവിളക്ക് കൊണ്ട് തലക്കേറ്റ അടിയാണ് മരണത്തിന് കാരണമായി പറയുന്നത്. ഒന്നിലേറെ പേർ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. മരം മുറിക്കാൻ സഹായിക്കുന്നതിനിടയിൽ വീണ പരിക്കേറ്റ മധ്യവയസ്കൻ മരിച്ചു. കോടാലി വെട്ടിയാടൻചിറ എരിഞ്ഞേരി തങ്കപ്പന്റെ മകൻ 50 വയസ്സുള്ള ഷാജനാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച അയൽവീട്ടിൽ മരം മുറിക്കുമ്പോൾ കയർ പിടിച്ച് സഹായിക്കുമ്പോൾ മരം എതിർദിശയിലേക്ക് മറിയുകയും കയറിൽ പിടിച്ചിരുന്ന ഷാജൻ തെറിച്ച് വീഴുകയുമായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാത്രി മരിച്ചു. തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാടിന്റെ ഭാഗമായുള്ള അതിപ്രധാന ചടങ്ങുകൾ നടക്കുന്ന സേതുകുളത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മകീരം പുറപ്പാട് ദിനത്തിലും സമാപനമായ ഉത്രം വിളക്ക് ദിനത്തിലും തേവർ ആറാടുന്ന സേതുകുളം ശുചീകരണം തൃപ്രയാറിലെ ചുമട്ടുതൊഴിലാളികൾക്ക് ഹൃദയസമർപ്പണം കൂടിയാണ്. 3.5 പതിറ്റാണ്ടുകാലമായി തൃപ്രയാർ സെന്ററിലെ സംയുക്ത ചുമട്ടുതൊഴിലാളികൾ തേവരുടെ മകീരം പുറപ്പാടിനുള്ള വരവേൽപ്പ് തുടങ്ങിയിട്ട്. ഇത്തവണ തേവരുടെ മകീര്യം പുറപ്പാട് തുടങ്ങുന്നത് ഈ മാസം 13 ബുധനാഴ്ചയാണ്. 5 ആനകളോടെ എഴുന്നള്ളുന്ന തേവർ സേതുകുളത്തിൽ ആറാട്ട് നടത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമിടുക. ആയിരങ്ങളാണ് തേവരുടെ ആറാട്ട് കാണാൻ അന്നേ ദിവസം സേതുകുളത്തിലെത്തുക. സേതുകുളത്തിന്റെ പരിസര പ്രദേശങ്ങൾ ചുമട്ടുതൊഴിലാളികൾ ചേർന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ശുചീകരിക്കുന്നത് പതിവാണ്. CITU, INTUC, HMS എന്നിവ ഉൾപ്പെട്ടതാണ് സംയുക്ത തൊഴിലാളി യൂണിയൻ. പൊന്തക്കാടുകൾ വെട്ടിയൊതുക്കി മാലിന്യങ്ങൾക്കൊപ്പം തീയിട്ട് നശിപ്പിക്കും. CK മണികണ്ഠൻ, VS ശിവാനന്ദൻ, KV രാഘവൻ, NK രാധാകൃഷ്ണൻ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. മകീര്യം പുറപ്പാട് ചടങ്ങുകളുടെ സമാപനമായ ഉത്രം വിളക്ക് ദിനത്തിലെ ആറാട്ട് ചടങ്ങിന്റെ വർണ്ണമഴ അടക്കമുള്ള വരവേൽപ്പും ക്ഷേത്രനടയിൽ കുലവാഴ വിധാനം ഒരുക്കുന്നതും ചുമട്ടുതൊഴിലാളികളാണ്. തൃപ്രയാർ സെന്ററിലെ 17 തൊഴിലാളികൾ അന്നന്നത്തെ വരുമാനത്തിൽ നിന്നുള്ള ഒരു ഭാഗം നീക്കിവെച്ചാണ് തേവരുടെ സേതുകുളം ആറാട്ട് ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. TCV, തൃപ്രയാർ. നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കല്ലൂർ നായരങ്ങാടി എലുവത്തിങ്കൽ കാട്ടൂക്കാരൻ 65 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. കഴിഞ്ഞ 21 കല്ലൂരിൽ വെച്ചായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പുഴയ്ക്കലിൽ സ്വകാര്യ ബസ്സിടിച്ചു മരിച്ച കുന്നംകുളം സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം സംസ്കരിച്ചു. പുഴയ്ക്കലിൽ ബസ്സിടിച്ചു മരിച്ച കുന്നംകുളം അടുപ്പൂട്ടി കല്ലിങ്ങൽ കൊച്ചുകുട്ടന്റെ മകൻ പ്രവീണിന് നാട് കണ്ണീരോടെ വിട നൽകി. സംസ്കാര ചടങ്ങിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഞായറാഴ്ച ഉച്ചയോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. അടുപ്പൂട്ടി വാതക ശ്മശാനത്തിൽ സംസ്കരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ മധുക്കര പാടശേഖരത്തിൽ ഡബിൾ കോൾ പദ്ധതിക്ക് തുടക്കമായി. 1ാം വിള നെൽകൃഷി വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇരിപ്പു കൃഷിക്ക് വിത്തിറക്കിയത്. 230 ഏക്കർ വിസ്തൃതിയുള്ള മധുക്കര വടക്കേ കോൾപ്പടവിൽ മനുരത്ന വിത്ത് ഉപയോഗിച്ചാണ് ഇരിപ്പു കൃഷി ഇറക്കുന്നത്. മുരളി പെരുന്നെല്ലി MLA വിത്ത് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഓപ്പറേഷൻ ഡബിൾ കോൾ ജില്ലാ ലൈസൺ ഓഫീസർ ഡോക്ടർ AJ വിവൻസി, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ OS പ്രദീപ്, ED സണ്ണി, OA അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു.
ചെറുതുരുത്തിയിൽ ടോറസ് ലോറി ഇടിച്ച് മരണമടഞ്ഞ ജംസീനയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ഖബറടക്കം പങ്ങാരപ്പള്ളി തോട്ടുപാലം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടത്തി. ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ടോറസ് ഇടിച്ച് ചേലക്കര നാട്ടിൻചിറ മനക്കടവത്ത് ഹസന്റെ ഭാര്യ ജംസീന മരണമടഞ്ഞത്. പൈങ്കുളം റെയിൽവേ ഗേറ്റ് തുറക്കുമ്പോൾ സ്കൂട്ടറിൽ ടോറസ് ലോറി ഇടിക്കുകയും യുവതി ലോറിക്കടിയിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. ചക്രങ്ങൾ ശരീരത്തിൽ കയറിയിറങ്ങിയായിരുന്നു മരണം. ചെറുതുരുത്തിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ജംസീന. ജില്ലയിൽ അടുത്തിടെ ബൈക്ക് യാത്രക്കാർ അപകടങ്ങൾക്ക് ഇടയാകുന്ന സംഭവങ്ങൾ തുടർക്കഥയായി മാറുകയാണ്. യുവാക്കളാണ് ഏറെയും അപകടങ്ങൾക്ക് ഇരയാകുന്നത്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ മുഖം. ആധുനിക സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികളടങ്ങുന്ന പുതിയ കെട്ടിടം മന്ത്രി AC മൊയ്തീന്റെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചു നൽകുന്നത്. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന എരുമപ്പെട്ടി സർക്കാർ LP സ്കൂളിന് നൂതന രീതിയിലുള്ള കെട്ടിടങ്ങളും ക്ലാസ് മുറികൾ ഇല്ലാത്തതുമാണ് എടുത്തു പറയാവുന്ന പോരായ്മ. ജില്ലയിലെ മികച്ച സ്കൂളുകളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട സ്കൂളാണ് എരുമപ്പെട്ടി സ്കൂൾ. സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കമുള്ള വിവിധങ്ങളായ പരിശീലന രീതികൾ, ചിൽഡ്രൻസ് പാർക്ക്, ജൈവ വൈവിധ്യ ഉദ്യാനം, ബുൾബുൾ യൂണിറ്റ്, മാതൃകാ പ്രീ പ്രൈമറി, പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം എന്നിവ സ്കൂളിന്റെ എടുത്തു പറയാവുന്ന പ്രത്യേകതയാണ്. പുതിയ കെട്ടിടം അനിവാര്യമായ സാഹചര്യത്തിലാണ് മന്ത്രി AC മൊയ്തീൻ 79 ലക്ഷം രൂപ സ്കൂളിന് അനുവദിച്ചത്. കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് മന്ത്രി AC മൊയ്തീൻ നിർവഹിക്കും. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ അധ്യക്ഷയാകും. MP ഡോക്ടർ PK ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ എന്നിവർ മുഖ്യാതിഥികളാകും. നവീകരിച്ച പഴഞ്ഞി സെന്റ് മേരീസ് പള്ളി കൂദാശ ചടങ്ങുകൾക്ക് വൻ ഭക്തജനത്തിരക്ക്. പൊതുസമ്മേളനം ഡോക്ടർ PK ബിജു MP ഉദ്ഘാടനം ചെയ്തു. സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൂദാശ ചടങ്ങുകളിൽ സഹായ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലീത്ത എന്നിവരും സഹകാർമ്മികരായി. കൂദാശ ചടങ്ങുകളിൽ സഭയിലെ റമ്പാമാരും വൈദികരും പങ്കെടുത്തു. ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഫാദർ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. 3000 പേർക്ക് പൊതുസദ്യ ഉണ്ടായിരുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ അധ്യക്ഷനായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുവർ ചിത്രങ്ങളും പേർഷ്യൻ ശില്പകലാ മാതൃകയിലുള്ള രൂപങ്ങളുമാണ് പഴമ നിലനിർത്തി പുനരുദ്ധരിച്ചത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പ്രാചീന ചുമർ ചിത്രങ്ങൾ നവീകരിച്ച് പള്ളി കൂദാശ ചടങ്ങുകൾ നടക്കുമ്പോൾ ജെയിംസ് എന്ന പാവറട്ടി സ്വദേശിക്ക് ഇത് സന്തോഷത്തിന്റെ സുദിനമാണ്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ പ്രാചീന ചുമർ ചിത്രങ്ങൾ പഴമ നഷ്ടപ്പെടാതെ പുനർജീവിപ്പിക്കുക എന്നത് തികഞ്ഞ വെല്ലുവിളിയായിരുന്നു. തികച്ചും പ്രകൃതിദത്ത നിറക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ പുനഃസൃഷ്ടിച്ചത്. മദ്ബഹയ്ക്ക് താഴെ വലതുവശത്ത് ക്രിസ്തുവിന്റെ മരണവും ഇടതുവശത്ത് ആദ്യ പാപവും അബ്രഹാമിന്റെ ബലി മാലാഖ തടയുന്നതുമായ 3 ചിത്രങ്ങളാണ് നവീകരിച്ചത്. 2.5 നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന ചിത്രങ്ങൾ ഏറെയും നാശത്തിന്റെ വക്കിലായിരുന്നു. സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ നവീകരണത്തിന്റെ ഭാഗമായാണ് ചിത്രങ്ങൾ നവീകരിക്കാൻ തീരുമാനിച്ചത്. മുൻപ് 2 ചിത്രങ്ങൾ മാത്രമേ പുറത്തേക്ക് കണ്ടിരുന്നുള്ളൂ. നവീകരണത്തിന്റെ ഭാഗമായി പള്ളിയുടെ ചുമരിലെ കുമ്മായം അടർത്തി മാറ്റുന്നതിനിടെയാണ് അബ്രഹാമിന്റെ ബലിയുടെ ചിത്രം കൂടി കണ്ടെത്തിയത്. നവീകരിക്കുമ്പോൾ അത് പഴമ അപ്പാടെ നിലനിർത്തിക്കൊണ്ടാകണമെന്ന് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. അതോടെയാണ് ജെയിംസ് എന്ന പാവറട്ടിക്കാരന് സ്വപ്നതുല്യമായ ഉദ്യമത്തിന് അവസരം ലഭിച്ചത്. മുൻപ് പള്ളിയിലെ മദ്ബഹയുടെ പ്രവൃത്തി ജെയിംസ് ആയിരുന്നു ഏറ്റെടുത്തിരുന്നത്. പഴയ കല്ലുകൾ അടർത്തി മാറ്റി പുതിയ പ്ലാസ്റ്ററിംഗ് നടത്തി പഴമ അപ്പാടെ നിലനിർത്തി പണിതീർക്കാൻ 1 വർഷത്തിലേറെ സമയമെടുത്തു. പാവറട്ടി പരിസരങ്ങളിലായുള്ള 30ഓളം കലാകാരന്മാർ പ്രവർത്തനത്തിന് കൂട്ടായി. ഈ ദേവാലയത്തിന് മുന്നിൽ കാണുന്ന പ്രധാന വലിയ ദേവാലയത്തിന്റെ പണി, അതിന്റെ 5 അൽത്താരകളും വളരെ മനോഹരമായി ഇന്ന് കേരളത്തിന് പ്രശസ്തമായ 5 അൽത്താരകളും പണിയാൻ
ഇപ്പോൾ ഏകദേശം നൂറ്റാണ്ടുകളിൽ തന്നെ പഴക്കമുള്ള ഈ പഴയ ദേവാലയത്തിൻ്റെ മദ്ബഹ പുതുക്കിപ്പണിയാനും അവസരം കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ജെയിംസിന്റെ അച്ഛൻ മാർബിളിൽ ചിത്രങ്ങൾ കൊത്തുന്ന കലാകാരനായിരുന്നു. നിലവിൽ പുതുപ്പള്ളി ഓർത്തഡോക്സ് പള്ളിയുടെ അൾത്താര പുനർനിർമ്മിക്കുന്നതും ജെയിംസ് ആണ്. പഴയകാല ചിത്രങ്ങൾ സംരക്ഷിക്കുന്നതിന് നേതൃത്വം നൽകുന്ന കോഴിക്കോട് സ്വദേശി VM ജിജുലാലിന്റെ നേതൃത്വത്തിൽ ഷൈജു നരിക്കുന്നി, സജി നെയ്യാറ്റിങ്ങര എന്നിവർ ചിത്രങ്ങളുടെ പുനരാവിഷ്കരണത്തിന് നേതൃത്വം നൽകി. പള്ളിയിലെ ചിത്രങ്ങളിൽ കറുപ്പും ചുവപ്പും നിറങ്ങൾ മാത്രമാണ് ഉള്ളത്. എള്ളെണ്ണ കത്തിച്ച കരി കറുപ്പു നിറത്തിനും ചെങ്കല്ലിൽ നിന്ന് വേർതിരിച്ച നിറം ചുവപ്പിനുമായി ഉപയോഗിച്ചു. ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നായാണ് താൻ ഈ ഉദ്യമത്തെ കാണുന്നതെന്ന് ജെയിംസ് പറയുന്നു. TCV കുന്നംകുളം. 2021 ഭവനരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭവനരഹിതരായവർക്കുള്ള നിരവധി പദ്ധതികളാണ് സർക്കാർ ഇതിനുവേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്നത്. 50,000 വീടുകളുടെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. 3,000 വീടുകൾ മാർച്ച് 31-നകം പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഭൂമിയുള്ള ഭവനരഹിതരായ ആളുകളാണ്. 1,31,000 വീടുകളുടെ എഗ്രിമെന്റ് വെച്ച് പണി നടക്കുക. അതിൽ 30,000 വീടുകൾ പൂർത്തീകരിച്ചു. അടുത്ത 5-6 മാസം കൊണ്ട് ഇതിന്റെ പൂർത്തീകരണത്തിലേക്ക് 1,31,000 വീടുകൾ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം വീടുകൾ ഒരുമിച്ച് പൂർത്തീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുവാനാണ് സർക്കാരിന്റെ ശ്രമം. 163 കോടി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അഴീക്കോട് മുനമ്പം പാലമാണ് കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ പദ്ധതി. കനോലി കനാൽ വഴിയുള്ള ജലപാത അതിവേഗത്തിൽ നാടിന് സമർപ്പിക്കാനാവും. സഹകരണ സ്ഥാപനങ്ങൾ വഴി വീടുകൾ നിർമ്മിച്ചു നൽകിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. ബസ് സ്റ്റാൻഡിനു മുകളിൽ പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്ത് ഓഫീസ് ആധുനിക സൗകര്യങ്ങളോടെയാണ് താഴേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. 40 ലക്ഷം രൂപ ചെലവഴിച്ച് മുതിർന്ന പൗരന്മാർക്കും അംഗപരിമിതർക്കും അനുയോജ്യമായ സംവിധാനങ്ങളോടെയാണ് ഓഫീസ് സജ്ജീകരണം. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദലി മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു, EG സുരേന്ദ്രൻ, മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുവർണ ജയശങ്കർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, കയ്പമംഗലം. റേഷൻ വ്യാപാരികൾക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച വേതന പാക്കേജ് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നുവെന്ന പരാതിയുമായി വടക്കാഞ്ചേരി റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ രംഗത്ത്. 3 മാസമായി വേതനം ലഭിച്ചില്ല എന്ന് വ്യാപാരികൾ ആരോപിച്ചു. മണ്ണെണ്ണ വിതരണത്തിലും ആട്ട വിതരണത്തിലും അപാകതകൾ ഏറെയാണെന്നും റേഷൻ വ്യാപാരികൾ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണെന്നും ഭാരവാഹികളായ P ഉണ്ണികൃഷ്ണൻ, K സേതുമാധവൻ, KK ചന്ദ്രൻ, V ശ്രീധരൻ, PA ഷാജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തെ അഴിമതിരഹിത സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയുമെന്ന് സംസ്ഥാന ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഭരണരംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും അഴിമതി അവസാനിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചുവെന്നും മന്ത്രി. മതിലകം ബംഗ്ലാവ് കടവ് പുനരുദ്ധാരണ പദ്ധതിയുടെ 1ാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2020 കേരളത്തിലെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാകുമെന്നും പൊതുവിദ്യാഭ്യാസ നയത്തിൽ ഊന്നിയ പദ്ധതികൾക്ക് സർക്കാർ ഊന്നൽ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 33 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മതിലകം ട്രാവലേഴ്സ് ബംഗ്ലാവ് പുനരുദ്ധാരണം നടത്തുന്നത്. ബോട്ട് ജെട്ടി, കുട്ടികളുടെ പാർക്ക് തുടങ്ങിയ വികസന പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ET ടൈസൺ MLA അധ്യക്ഷനായിരുന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദലി, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു, മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുവർണ ജയശങ്കർ, മുസിരിസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ PM നൌഷാദ്, പ്രൊജക്ട് കോർഡിനേറ്റർ MK ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം കൊടുങ്ങല്ലൂരിൽ ഒരുങ്ങുന്നു. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.23 കോടി രൂപ ചെലവഴിച്ചാണ് ക്ഷേത്ര മ്യൂസിയം ഒരുക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കച്ചേരിപ്പുര അറ്റകുറ്റപ്പണി നടത്തിയാണ് ക്ഷേത്ര മ്യൂസിയമാക്കി മാറ്റുന്നത്. 2016 ബജറ്റിൽ മ്യൂസിയം നിർമ്മിക്കുന്നതിന് തുക വകയിരുത്തിയിരുന്നു. ക്ഷേത്രത്തിലെ ഊട്ടുപുര, നിലവറ, അനുബന്ധ കെട്ടിടങ്ങൾ എന്നിവയും നവീകരിക്കും. ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ പുരാതന ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനും ഗവേഷണത്തിനുമുള്ള സൗകര്യങ്ങൾ മ്യൂസിയത്തിൽ ഉണ്ടാകും.
അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മ്യൂസിയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 1.5 വർഷമാണ് നിർമ്മാണ കാലാവധി. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഇൻകൽ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. കാലത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നടിഞ്ഞുപോയ ക്ഷേത്രങ്ങളും കാവുകളുമെല്ലാം സംസ്കൃതിയുടെ അവശേഷിപ്പുകളും സ്മാരകങ്ങളുമാണെന്നും പഴമയും പാരമ്പര്യ തനിമയും കൈമോശം വരാതെ അവയെല്ലാം സൂക്ഷിക്കണമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മ്യൂസിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൗരാണിക ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്രകലകളും സർക്കാർ സംരക്ഷിക്കും. മുസ്രീസ് ഹെറിറ്റേജ് പ്രൊജക്ട് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ടൂറിസ്റ്റുകൾ ബോട്ട് യാത്രയ്ക്കും പൗരാണിക ക്ഷേത്രങ്ങളും പള്ളികളും കോട്ടകളും മ്യൂസിയങ്ങളും സന്ദർശിക്കുന്നതിനായി ദൈനംദിനം വരുന്നുണ്ട്. ഈ പദ്ധതിയിൽ ആലപ്പുഴ ഹെറിറ്റേജ്, തങ്കശ്ശേരി ഹെറിറ്റേജ്, പൊന്നാനി ഹെറിറ്റേജ് പ്രൊജക്ട്സ് എന്നിവ ലയിപ്പിച്ചു കഴിഞ്ഞു. പൗരാണിക കാലത്ത് കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന 29 വിദേശ രാജ്യങ്ങളെ കൂട്ടിയിണക്കി യുനെസ്കോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പൈസ് റൂട്ട് പ്രൊജക്ട്സ് എന്ന ബൃഹത്തായ ഒരു പദ്ധതിയും ലക്ഷ്യമിടുന്നുണ്ട്. അതിനുള്ള പ്രാഥമിക ചർച്ചകൾ ഡൽഹിയിൽ നടന്നുകഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം മുസ്രീസ് പ്രൊജക്ടിന്റെ 30 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ട്. കൂടാതെ ആലപ്പുഴ ഹെറിറ്റേജ് പ്രൊജക്ടിൽ 43 കോടി രൂപയുടെ പദ്ധതികൾക്കും അംഗീകാരം നൽകി കഴിഞ്ഞുവെന്നും കടകംപള്ളി പറഞ്ഞു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ, കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AB മോഹനൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ രാമവർമ്മ രാജ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശോഭ ജോഷി, CK രാമനാഥൻ, ബിന്ദു പ്രദീപ്, ഡോക്ടർ ആശാലത, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MK ശിവരാജൻ, പ്രൊഫസർ CM മധു, ദേവസ്വം സെക്രട്ടറി VA ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. TCV കൊടുങ്ങല്ലൂർ. തൃക്കൂർ കല്ലൂർ റോഡ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തിയാക്കും മുൻപ് ഉദ്ഘാടനം നടത്തിയതിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. 2.82 കോടി രൂപ ചെലവഴിച്ചാണ് തൃക്കൂർ കല്ലൂർ റോഡിന്റെ മെക്കാഡം ടാറിംഗ് നടത്തിയത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമാകുട്ടൻ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC സന്തോഷ്, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഗ്രേസി കുന്നൻ എന്നിവർ സംസാരിച്ചു. അതേസമയം കല്ലൂർ തൃക്കൂർ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഉദ്ഘാടനം നടത്തിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സദസ്സ് നടത്തി. കുടിവെള്ള പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി, കാന, മെക്കാഡം ടാറിംഗ് എന്നിവ ഇനിയും പൂർത്തീകരിക്കാനുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CV ഷംസുദ്ദീൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര അധ്യക്ഷനായിരുന്നു. പോൾസൺ തെക്കുംപീടിക, പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. AISF തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ചേലക്കര ആമൽ നഗറിൽ തുടക്കമായി. AISF തൃശൂർ ജില്ലാ പ്രസിഡന്റ് NK സനൽകുമാർ പതാക ഉയർത്തി. സംസ്ഥാന സെക്രട്ടറി ശുഭേഷ് സുധാകരൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. NK സനൽകുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി സുബിൻ നാസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. വൈകിട്ട് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് സിസ്റ്റർ ലിനി നഗറിൽ നടന്ന പൊതുസമ്മേളനം പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു. സമാപന ദിവസമായ തിങ്കളാഴ്ച നടക്കുന്ന പൂർവ്വകാല നേതൃസംഗമം ചിത്ര നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും. പ്രളയാനന്തര കേരളം കെട്ടിപ്പടുക്കുന്ന ഉദ്യമം ജനകീയമാകണമെന്ന് സർക്കാരിന് നിർബന്ധമുണ്ടെന്ന് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. മുരിയാട് കെയർ ഹോം പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ ഗൃഹപ്രവേശം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി പ്രകാരം ജില്ലയിൽ 460 വീടുകൾ പൂർത്തീകരിച്ചതായും മന്ത്രി പറഞ്ഞു. പ്രൊഫസർ KU അരുണൻ MLA അധ്യക്ഷനായിരുന്നു. ജോസ് J ചിറ്റിലപ്പള്ളി, സരള വിക്രമൻ, നളിനി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ച് ബില്ലിനെതിരെ പ്രതിഷേധവുമായി മൂന്നുമുറി ഇടവക സമൂഹം. കേരളത്തിലെ നിയമപരിഷ്കരണ കമ്മീഷൻ പുറത്തിറക്കിയ കേരള ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബില്ല് നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവക സമൂഹം കരിദിനാചരണം നടത്തി.
ഇതിന്റെ ഭാഗമായി ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോസ് മഞ്ഞളി വിശ്വാസ പ്രഖ്യാപന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ അലക്സ് കിഴക്കേപീടിക, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ ജോസഫ് വാസുപുരത്തുകാരൻ, ആൻഡോ ജോസഫ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സമിതി പ്രസിഡന്റ് ബെന്നി വെള്ളച്ചാലിൽ, കൈക്കാരന്മാരായ ദേവസിക്കുട്ടി വെട്ടത്തുപറമ്പിൽ, പോളി ചന്ദ്രാപിന്നി, സണ്ണി ചിരിയങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ചർച്ച് ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ വിശ്വാസികൾ മൗനജാഥ നടത്തി. കറുത്ത ബാഡ്ജ് ധരിച്ചായിരുന്നു പ്രതിഷേധം. പ്രകടനത്തിന് ശേഷം പള്ളി പരിസരത്ത് ചേർന്ന യോഗത്തിൽ വികാരി പോൾ എ അമ്പൂക്കൻ, രൂപതാ വികാരി ജനറൽ ഫാദർ ജോയ് പാലിയേക്കര എന്നിവർ സംസാരിച്ചു. ചർച്ച് ബില്ലിനെതിരെ തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് ഇടവകയിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തെക്കൻ താണിശ്ശേരി പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പ്രകടനത്തിന് ഫാദർ ആന്റണി പോൾ പറമ്പത്ത്, ഫാദർ കോളിൻ ആട്ടോക്കാരൻ, ഫാദർ നവീൻ ഊക്കൻ എന്നിവർ നേതൃത്വം നൽകി. ഫാദർ ജോയ് പാലിയേക്കര സന്ദേശം നൽകി. ചർച്ച് ബില്ലിനെതിരെ കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ മനുഷ്യക്കോട്ട തീർത്ത് പ്രതിഷേധിച്ചു. കരട് ബില്ലിനെതിരെ ഇരിങ്ങാലക്കുട രൂപതയിൽ ആചരിച്ച കരിദിനത്തിന്റെ ഭാഗമായിട്ടാണ് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ കേരള കാത്തലിക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മനുഷ്യക്കോട്ട തീർത്തത്. വികാരി ഫാദർ ജെയ്സൺ വടക്കുംചേരിൽ, കാത്തലിക് കോൺഗ്രസ് ഭാരവാഹികളായ ജെയ്സൺ പാപ്പച്ചൻ, ജാക്സൺ പാറേക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ PMAY ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ 3ാം ഘട്ട ധനസഹായത്തിന്റെ ആദ്യ ഗഡു വിതരണം നടന്നു. 3ാം ഘട്ടത്തിൽ 230 ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം നൽകുന്നത്. നേരത്തെ 2 ഘട്ടങ്ങളിലായി 555 പേർക്ക് ധനസഹായം നൽകിയിരുന്നു. ഇതിൽ 272 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. വീടുകളുടെ പണി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനായി ഏകദിന പെർമിറ്റ് ക്യാമ്പ്, ഏകദിന കംപ്ലീഷൻ ക്യാമ്പ് എന്നിവ നഗരസഭ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് നഞ്ച തുടങ്ങി തടസ്സങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഭവന പദ്ധതി മുന്നോട്ടു പോകുന്നത്. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് KV അബ്ദുൽ ഖാദർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KH സലാം, MB രാജലക്ഷ്മി, AA മഹേന്ദ്രൻ, AC ആനന്ദൻ, സഫൂറ ബക്കർ, നഗരസഭാ സെക്രട്ടറി ഡോക്ടർ TN സിനി തുടങ്ങിയവർ സംസാരിച്ചു. മാരകമായ പാർക്കിൻസൺ രോഗത്തോട് മല്ലിടുന്ന യുവതി സ്വന്തം ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. വലപ്പാട് കോതകുളം ബീച്ച് റോഡ് ഡിസ്കോ സെന്ററിൽ താമസിക്കുന്ന പുതിയ വീട്ടിൽ റഫീഖിന്റെ ഭാര്യ ഷാജിദയാണ് തലച്ചോറിനെ ബാധിക്കുന്ന പാർക്കിൻസൺസ് രോഗവുമായി മല്ലിടുന്നത്. ഭർത്താവ് റഫീഖിനും 3 പെൺമക്കൾക്കുമൊപ്പം കോതകുളം ഡിസ്കോ സെന്ററിലുള്ള ഹാപ്പി ഹോമിലെ 6ാമത്തെ വീട്ടിൽ താമസിക്കുകയാണ് ഷാജിദ. 38-കാരിയായ ഷാജിദ ഏതാനും മാസം മുൻപാണ് പാർക്കിൻസൺസ് രോഗം ബാധിച്ചതായി അറിയുന്നത്. തലച്ചോറിനകത്ത് ഞരമ്പ് നശിച്ച് ശരീരം തളരുന്ന രോഗം. ഭർത്താവ് ഹൃദ്രോഗിയും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധന നടത്തിയതോടെ രോഗം ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന് വ്യക്തമായി. തലച്ചോറിലെ ഞരമ്പ് അടിയന്തിരമായി ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ നൽകിയ നിർദ്ദേശം. ശസ്ത്രക്രിയയ്ക്ക് മാത്രം 13 ലക്ഷം രൂപയാണ് ചിലവ് വരിക. ശസ്ത്രക്രിയ വൈകിയാൽ ശരീരം പൂർണ്ണമായും തളരുന്നതിനുവരെ ഇടവരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഷാജിദയുടെയും കുടുംബത്തിന്റെയും നിസ്സഹായാവസ്ഥ തിരിച്ചറിഞ്ഞ ഹാപ്പി ഹോംസ് ഉടമ ഇവർക്ക് ആജീവനാന്തം വാടകയില്ലാതെ താമസിക്കാനുള്ള മനുഷ്യത്വം കാണിച്ചു. ഫെഡറൽ ബാങ്കിന്റെ തൃപ്രയാർ ശാഖയിലുള്ള 14 25 01 00 09 83 62 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ഷാജിദയ്ക്ക് സഹായം നൽകാവുന്നതാണ്. TCV ന്യൂസ്, തൃപ്രയാർ. കൊടകര പന്തലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി പ്രശാന്ത് കളരിക്കൽ, പ്രസിഡന്റ് സുകുമാരൻ വടക്കുടൻ, ട്രഷറർ ശശി കല്ലുംപുറം, സജീഷ് തറയിൽ, രവീന്ദ്രൻ കല്ലുംപുറം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശിവരാത്രി ഉത്സവത്തിനായി തിരുവത്ര കുഞ്ചേരി ശിവക്ഷേത്രം, മണത്തല നാഗയക്ഷി ക്ഷേത്രം എന്നിവിടങ്ങൾ ഒരുങ്ങി. തിരുവത്ര കുഞ്ചേരി ശിവക്ഷേത്രത്തിൽ വൈകിട്ട് ജനമൈത്രി പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി ഡബിൾ തായമ്പക, കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും.
ചാലക്കുടി കൂടപ്പുഴ ശിവ വിഷ്ണു ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ബലി തർപ്പണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. പുഴയോരത്ത് വിശാലമായ പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്തർക്ക് ഇവിടെ ബലിയിട്ടതിനു ശേഷം തൊട്ടടുത്ത പുഴയിൽ മുങ്ങിക്കുളിക്കാനും സൗകര്യമുണ്ട്. നിരവധി പൂജാരിമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ക്ഷേത്രത്തിൽ പ്രത്യേക കലാപരിപാടികൾ നടക്കും. കനത്ത പോലീസ് സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മലയാളിയുടെ ഗൃഹാതുര സ്മൃതികളിലെ നാടൻ മധുരമാണ് ഐസ് മിഠായി. കഴിഞ്ഞ 56 വർഷമായി ഐസ് വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന തങ്കവേലു ഈ നാടൻ മധുരത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാണ്. കഴിഞ്ഞ 56 വർഷമായി ചാവക്കാടും പരിസര പ്രദേശങ്ങളിലും ഐസ്ക്രീം വിൽപ്പന നടത്തുന്ന ചാവക്കാട്ടുകാരുടെ സ്വന്തം തങ്കവേലുവേട്ടന്റെ ഐസ് കഴിക്കാത്തവർ മേഖലയിൽ വിരളമായിരിക്കും. 20-ാം വയസ്സിൽ ആരംഭിച്ചതാണ് ഇദ്ദേഹത്തിന്റെ ഐസ് വിൽപ്പന. തൂക്കുപാത്രത്തിൽ വീടുകളിൽ കൊണ്ടുനടന്നായിരുന്നു വിൽപ്പന. അന്ന് 5 പൈസയായിരുന്നു ഐസിന്റെ വിലയെന്ന് തങ്കവേലു ഓർക്കുന്നു. പിന്നീട് സ്വന്തമായി ഐസുണ്ടാക്കി വിൽപ്പന തുടങ്ങി. കൃത്രിമ നിറങ്ങളോ മായങ്ങളോ ഇല്ലാതെ സേമിയ, പൂവൻപഴം, പാൽ, പഞ്ചസാര, കപ്പലണ്ടി തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഐസുണ്ടാക്കി വിൽപ്പന നടത്തുന്നത്. രാവിലെ 6 മണിക്ക് ഐസുണ്ടാക്കൽ ആരംഭിക്കും. 10-നു ശേഷം മുച്ചക്ര സൈക്കിളിൽ കയറ്റി മണത്തല സ്കൂൾ, ചാവക്കാട് ഹൈസ്കൂൾ, MR സ്കൂൾ എന്നിവയുടെ പരിസരങ്ങളിൽ വിൽപ്പനയ്ക്കെത്തും. ഉത്സവ സീസണായാൽ മേഖലയിലെ ഉത്സവ പറമ്പുകളിലുമെത്തും. ഉത്സവ പറമ്പുകളിൽ തങ്കവേലുവേട്ടന്റെ ഐസ് വാങ്ങിക്കാൻ വലിയ തിരക്കായിരിക്കും. വാങ്ങിയവർ തന്നെ പിന്നെയും വാങ്ങിക്കും. ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ളതുവരെ കച്ചവടവുമായി മുന്നോട്ടു പോകുമെന്നും തങ്കവേലു പറയുന്നു. ഐസ് ഉണ്ടാക്കിയിട്ട് ബോധ്യം വന്നു അത് ഇൻ്റെ ഐസിൻ്റെ ആൾക്കാർക്ക് വേണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങി കഴിക്കണവരുണ്ട്. ഇത് കിട്ടിയ കൈയുള്ളവർക്ക് വയ്യ. അതും ആരോഗ്യം കുറഞ്ഞു തുടങ്ങി. ആരോഗ്യം ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് മക്കളൊക്കെ പുലർത്തിയെടുത്തു. ഞാൻ 76 വയസ്സായെങ്കിലും പ്രായത്തിന്റെ അവശത മറിഞ്ഞ ഉത്സവ പറമ്പുകളിലും സ്കൂൾ പഠിക്കലും തങ്കവേലുവേട്ടൻ ഇന്നും സജീവമാണ്. 5 പൈസയ്ക്ക് ആരംഭിച്ച ഐസിന് ഇന്ന് 20 രൂപയാണ് വില. ലാഭക്കൊതിയല്ല, സാധനങ്ങളുടെ വിലവർധനവാണ് ഐസിന്റെ വിലവർധനവിന് കാരണമാകുന്നതെന്ന് തങ്കവേലു പറയുന്നു. TCV ചാവക്കാട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ധീര സ്മൃതി യാത്രയുടെ ഭാഗമായി ഗുരുവായൂർ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന സദസ്സ് സംഘടിപ്പിച്ചു. കാസർഗോഡ് പെരിയയിൽ കൊല ചെയ്യപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ചിതാഭസ്മവുമായിട്ടാണ് ധീരസ്മൃതി യാത്ര നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സദസ്സിൽ സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP അബ്ദുൾ റഷീദ്, DCC പ്രസിഡന്റ് TN പ്രതാപൻ, മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, UDF ജില്ലാ കൺവീനർ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. തിച്ചൂർ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ മുഖ്യ ചടങ്ങായ ആരൂഢ സ്ഥാപനം നടത്തി. പത്മശ്രീ ഡോക്ടർ TS സുന്ദർമേനോൻ ആരൂഢ സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ A ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. രാജകുമാർ കാമ്പുറത്ത് മുഖ്യാതിഥിയായി ട്രസ്റ്റ് സെക്രട്ടറി P നാരായണൻ നായർ പങ്കെടുത്തു. പെരിഞ്ഞനം വെസ്റ്റ് SN സ്മാരക UP സ്കൂളിൽ സർക്കാർ ചാലഞ്ച് ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന നവതി ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം ET ഡൈസൺ MLA നിർവഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK ഗിരിജ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അരവിന്ദാക്ഷൻ, മധുരകം BPO TS സജീവൻ, KP ഷാജി, PS ശ്രീജിത്ത്, പ്രധാനാധ്യാപിക PV ഷീല എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ വിരമിക്കുന്ന അധ്യാപകർക്ക് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. ജൂൺ 1 മുൻപ് എല്ലാ സർക്കാർ സ്കൂളുകളും ഹൈടെക് നിലവാരം കൈവരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരി സ്കൂളിലെ ഹൈടെക് പ്രീ പ്രൈമറി ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൊഫസർ KU അരുണൻ MLA അധ്യക്ഷനായിരുന്നു. വത്സല ബാബു, ഇന്ദിര തിലകൻ, TR സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു.
പഞ്ചഗുസ്തി അവാർഡ് ജേതാക്കൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ആദരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. റായ്പൂരിൽ വെച്ച് നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ പാവറട്ടി സ്വദേശിനി രഹന റഷീദ് വെങ്കല മെഡലിന് അർഹയായിരുന്നു. സീനിയർ പെൺകുട്ടികളുടെ 80 കിലോ വിഭാഗത്തിലാണ് രഹന റഷീദ് വെങ്കലം കരസ്ഥമാക്കിയത്. 1, 2, 3 സ്ഥാനങ്ങൾ ലഭിച്ച ദേശീയ അവാർഡ് ജേതാക്കൾക്കാണ് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ക്യാഷ് അവാർഡ് സമ്മാനിച്ചത്. വ്യാവസായിക, കായിക, യുവജനകാര്യ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ അധ്യക്ഷനായിരുന്നു. മെഡൽ പ്രതീക്ഷയുമായി കൊടുങ്ങ സൈറൻ സ്പെഷ്യൽ സ്കൂളിലെ PC ത്രേസ്യ ലോക സ്പെഷ്യൽ ഒളിമ്പിക്സിലേക്ക്. ഈ മാസം 14 മുതൽ 21 വരെ അബുദാബിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ കൊടുങ്ങ സൈറൻ സ്പെഷ്യൽ സ്കൂളിലെ PC ത്രേസ്യ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 28 പേരിൽ ഒരാളാണ് പ്രിയ എന്ന് വിളിക്കുന്ന PC ത്രേസ്യ. എറണാകുളം ജില്ലയിലെ പൂവത്തുശ്ശേരി പറമ്പത്ത് പോൾ ചാക്കോ അൽഫോൺസ ദമ്പതികളുടെ മകളാണ് ത്രേസ്യ. ജന്മനാ ഭിന്നശേഷിയുള്ള ത്രേസ്യ പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വരെ സാധാരണ കുട്ടികൾക്കൊപ്പമാണ് വിദ്യാഭ്യാസം നടത്തിയത്. പഠനത്തിൽ മികവ് നിലനിർത്താൻ കഴിയാതെ വന്നപ്പോൾ തൃശൂർ ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റി. സ്കൂൾ പ്രിൻസിപ്പലായ സിസ്റ്റർ എജിത്തിയെയാണ് ത്രേസ്യയിലെ കായിക പ്രതിഭയെ കണ്ടെത്തി കായിക രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയത്. സിസ്റ്ററുടെ പ്രോത്സാഹനവും മികച്ച പരിശീലനവും ലഭിച്ചപ്പോൾ സ്കൂൾ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ ഈ കായിക പ്രതിഭ മെഡലുകൾ വാരിക്കൂട്ടി. 2015 കൊടുങ്ങ സൈറൻ സ്പെഷ്യൽ സ്കൂളിൽ ത്രേസ്യ എത്തിയത്. സൈറൻ സ്കൂളിലെ സിസ്റ്റർ നവ്യ, സിസ്റ്റർ ജോസ്ലിൻ എന്നിവർ നൽകിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് ത്രേസ്യയെ ദേശീയ താരമാക്കി മാറ്റിയത്. 2016 രാജസ്ഥാനിൽ നടന്ന ദേശീയ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ 2 സ്വർണവും 1 വെള്ളിയും ത്രേസ്യ കരസ്ഥമാക്കിയിരുന്നു. ടീം മാനേജർ സിസ്റ്റർ റാണിയുടെ നേതൃത്വത്തിൽ ത്രേസ്യ അടക്കമുള്ള 28 അംഗ കേരള ടീം കഴിഞ്ഞ ദിവസം അബുദാബിയിലേക്ക് പോയി. ഷോട്ട് പുട്ട്, 400 മീറ്റർ റിലേ എന്നീ ഇനങ്ങളിൽ ത്രേസ്യ മെഡൽ നേടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കൊടുങ്ങ സൈറൻ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും. TCV കൊടകര. വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. KSEBയുടെ ഫിലമെന്റ് രഹിത കേരള പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ശിലാസ്ഥാപന ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും 1500 LED ബൾബുകൾ സൗജന്യമായി നൽകി. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് NT ബേബി അധ്യക്ഷനായി. PK ബിജു MP മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത് ലാൽ, നഗരസഭാ വൈസ് ചെയർമാൻ അനൂപ് കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് MS അബ്ദുൾ റസാഖ്, ഡയറക്ടർ KO വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ വരന്തരപ്പള്ളി പാർവതി അംഗൻവാടിയിൽ വൈദ്യുതി എത്തി. സാങ്കേതിക തടസ്സങ്ങളും അവഗണനയുമേറ്റ 35 വർഷം വൈദ്യുതിയില്ലാതെ ദുരിതം അനുഭവിച്ച വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പാർവതി അംഗൻവാടിയിൽ വെളിച്ചമെത്തി. സമ്പൂർണ്ണ വൈദ്യുതീകൃത മണ്ഡലമായ പുതുക്കാട് മണ്ഡലത്തിൽ വൈദ്യുതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന ഏക അംഗൻവാടിയായിരുന്നു ഇത്. സ്വന്തമായി കെട്ടിടമുണ്ടായിട്ടും പല കാരണങ്ങളാൽ ഇവിടെ വൈദ്യുതി ലഭിക്കാതിരിക്കുകയായിരുന്നു. എല്ലാ സാമ്പത്തിക വർഷവും പഞ്ചായത്ത് ഫണ്ട് മാറ്റിവെക്കാറുണ്ടെങ്കിലും അതെല്ലാം പാഴായി പോവുകയായിരുന്നു. സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് അംഗൻവാടി ആരംഭിച്ചത്. ബാലവാടിയായിരുന്ന കാലത്ത് പ്രവർത്തനം ആരംഭിച്ചതിനാൽ സ്ഥലം വിട്ടു നൽകിയവരുടെ പേരു തന്നെ അംഗൻവാടിക്കും നൽകി. സ്വകാര്യ വ്യക്തി നൽകിയ അംഗൻവാടിയുടെ സ്ഥലത്തിന്റെ ആധാരം നഷ്ടപ്പെട്ടതാണ് തുടക്കത്തിൽ വൈദ്യുതി ലഭിക്കാൻ തടസ്സമായതെന്ന് പറയുന്നു. പിന്നീട് കാലപ്പഴക്കം വന്ന കെട്ടിടത്തിൽ വൈദ്യുതി നൽകാൻ കഴിയില്ലെന്ന് അധികൃതർ നിലപാടെടുത്തു. കെട്ടിടം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് നൽകിയപ്പോൾ വയറിംഗ് നടത്തിയാൽ വൈദ്യുതി നൽകാമെന്നായി. ഇതിനുള്ള പണമില്ലാതെ അംഗൻവാടി ജീവനക്കാർ വലഞ്ഞു. പിന്നീട് കുട്ടികളുടെ മാതാപിതാക്കളും വെൽഫെയർ കമ്മിറ്റിയും നൽകിയ തുക കൊണ്ട് വയറിംഗ് ജോലികൾ പൂർത്തീകരിച്ചു. ഇതിനിടയിൽ പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയനും അംഗൻവാടി വർക്കർ ഷീജയും ചേർന്ന് നടത്തിയ പരിശ്രമത്തിൽ നഷ്ടപ്പെട്ട ആധാരവും അംഗൻവാടിയിലേക്കുള്ള വഴിയുടെ രേഖകളും കണ്ടെത്തി. 3.5 പതിറ്റാണ്ട് വൈദ്യുതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന കാലത്തെ ദുരിതങ്ങളെല്ലാം മറന്ന് വൈദ്യുതി ലഭിച്ചത് എല്ലാവരും ആഘോഷമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് EM ഉമ്മർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയൻ അധ്യക്ഷത വഹിച്ചു. P ഗോപാലകൃഷ്ണൻ, ദേവൻ തറയിൽ, MR ഷീജ, M വിമല എന്നിവർ സംസാരിച്ചു. TCV പുതുക്കാട്.
ഗാന്ധി ദർശൻ വേദിയുടെ നേതൃത്വത്തിൽ വേലൂരിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു. ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ പി എൻ അനിൽ അധ്യക്ഷനായി. സാഹിത്യകാരൻ എൽ എൽ ആന്റണി രചിച്ച എന്റെ ഭൂമി അമ്മയ്ക്ക് എന്ന നോവലിന്റെ പ്രകാശന കർമ്മം സാഹിത്യകാരനും നിരൂപകനുമായ ബാലചന്ദ്രൻ വടക്കെടുത്ത് നിർവഹിച്ചു. കലാ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ഗിന്നസ് സത്താർ ആദൂർ, അഡ്വക്കേറ്റ് എം എസ് ശ്യാംകുമാർ, ഡോക്ടർ പി വി ഔസേബ്, വാർഡ് മെമ്പർ പി കെ ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു. മമ്മയൂർ മുതുവട്ടൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പുതിയതായി നിർമ്മിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം കെ വി അബ്ദുൽ ഖാദർ എം.എൽ.എ. നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് സി എ ലോകനാഥൻ അധ്യക്ഷനായിരുന്നു. അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ വി എസ് രേവതി, ചാവക്കാട് നഗരസഭാ അധ്യക്ഷൻ എൻ കെ അക്ബർ എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ, ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി എൻ മുരളി, ലൂക്കോസ് തലക്കോട്ടൂർ, ആന്റോ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മമ്മിയൂർ അത്താണി സെന്ററിലാണ് 70 ലക്ഷം രൂപ ചിലവിട്ട് 3 നിലകളിലായി പുതിയ ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വൈവാഹിക സംഗമവും ദമ്പതി സംഗമവും തൃശൂർ റൂറൽ SP വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കരുണ ചെയർമാൻ ഡോക്ടർ കെ ബി സുരേഷ് അധ്യക്ഷനായിരുന്നു. 10 ജോഡി യുവതി യുവാക്കളാണ് സംഗമത്തിൽ ജീവിത പങ്കാളികളെ കണ്ടെത്തിയത്. ഇവരുടെ വിവാഹത്തിന് വേണ്ട സ്വർണവും പണവും സ്വരൂപിക്കുന്നതിലേക്ക് തൃശൂർ സ്വദേശിനി മേരി കൊച്ചാപ്പു 1 ലക്ഷം രൂപ നൽകി. ജ്യോതിഷ പരിഷത്ത് പ്രസിഡന്റ് രഘുരാമ പണിക്കർ തുക ഏറ്റുവാങ്ങി. നേരത്തെ വിവാഹിതരായ 15 ദമ്പതിമാരെ ആര്യ മഹർഷി പൊന്നാട ചാർത്തി ആദരിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ വി എസ് രേവതി, വൈസ് ചെയർമാൻ കെ പി വിനോദ്, ഫാദർ ദേവസി പന്തലൂക്കാരൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഫാദിര ഹംസ, വേണു പ്രാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രക്തദാനത്തിന്റെ മഹത്വം വിളംബരം ചെയ്തുകൊണ്ട് തൃശൂരിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. റാലിയിൽ പങ്കെടുത്തവരെല്ലാം തൃശൂർ IMA ബ്ലഡ് ബാങ്കിൽ രക്തദാനം നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പാടശേഖരങ്ങൾക്കുള്ള പമ്പ് സെറ്റുകൾ വിതരണം ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയുടെ 3 HP ശേഷിയുള്ള 22 പമ്പ് സെറ്റുകളാണ് വിതരണം ചെയ്തത്. മുരളി പെരുന്നെല്ലി MLA പമ്പ് സെറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് വി കെ രവീന്ദ്രൻ, ജനപ്രതിനിധികളായ MM വാസന്തി, മേരി ജോയ് അറക്കൽ, മീന ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത കേരള വാരിയർ സമാജം സംസ്ഥാന സമ്മേളനം മെയ് 25-26 തീയതികളിൽ ഇരിങ്ങാലക്കുടയിൽ നടക്കും. ഇതിനു മുന്നോടിയായി ഗുരുവായൂരിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ വി എസ് രേവതി ഉദ്ഘാടനം ചെയ്തു. സമാജം സംസ്ഥാന പ്രസിഡന്റ് പി വി മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി വി സുരേന്ദ്രകുമാർ, ടി നാരായണ വാര്യർ, AC സുരേഷ്, പി വി ധരണീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യ പഞ്ചായത്തിലെ മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നു. പൊയ്യ പഞ്ചായത്തിലെ ആദ്യ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയാണ്. 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നത്. VR സുനിൽകുമാർ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് TM രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് E കേശവൻകുട്ടി മുഖ്യാതിഥിയായി. CB ഫ്രാൻസിസ്, PM അയ്യപ്പൻകുട്ടി, MB സുരേഷ്, TA തോമസ്, KV തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗോപരിപാലന പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ നാടൻ പശു പരിപാലനവും ജൈവ കൃഷിയും പഞ്ചഗവ്യ ഉൽപ്പന്ന നിർമ്മാണ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു. പെരുവനം KLS UP സ്കൂളിൽ സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വിഭാഗ് സംഘചാലക KS പത്മനാഭൻ അധ്യക്ഷനായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പ് മുൻ മേധാവി ഡോക്ടർ ശുദ്ധോദനൻ ക്ലാസ് എടുത്തു. ജില്ലാ സേവാ പ്രമുഖ ND ധനേഷ്, KN കണ്ണൻ, PK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പ്രകൃതി സംരക്ഷണം വനവൽക്കരണത്തിലൂടെ എന്ന മുദ്രാവാക്യമുയർത്തി കേരളത്തിലെ ലയൺസ് ക്ലബ്ബുകളെ അണിനിരത്തി വിത്ത് ബോളുകൾ നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിത്ത് ബോൾ വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഉത്തമൻ ചേറോമൽ അധ്യക്ഷനായിരുന്നു. ദീപക്, സുഭാഷ് പുഴയ്ക്കൽ, ജെയിംസ് ഫ്രാൻസിസ്, ഡോക്ടർ KA ശ്രീനിവാസൻ, ഉണ്ണി വടക്കാഞ്ചേരി എന്നിവർ സംസാരിച്ചു. മന്ത്രി AC മൊയ്തീൻ കുറാഞ്ചേരിയിൽ മരിച്ച 19 പേരുടെ സ്മരണാർത്ഥം 19 വിത്ത് ബോളുകൾ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് V മുരളിക്ക് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മണ്ണിടിച്ചിൽ നടന്ന കുറാഞ്ചേരിയിൽ ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ബോൾ വിത്തെറിഞ്ഞു.
വെങ്കിടങ്ങ് ദേവസൂര്യ കുടുംബശ്രീയുടെ 1ാം വാർഷികവും ബാലസഭാ രൂപീകരണവും നടന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് രതി എം ശങ്കർ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശോഭന മുരളി അധ്യക്ഷയായിരുന്നു. കുടുംബശ്രീ ഭാരവാഹികളായ മാനിഷ സുധീർ, നിഷ സുജിത്ത്, ശാലിനി, കെ അമ്മിണി തുടങ്ങിയവർ സംസാരിച്ചു. ബാലസഭാ അംഗങ്ങളുടെ കലാപരിപാടികൾ വാർഷികത്തിന് മാറ്റുകൂട്ടി. എരുമപ്പെട്ടി പഞ്ചായത്ത് 3ാം വാർഡ് തോപ്പിൽ രാജൻപടി റോഡിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് മീന ശലമോൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ കെ കബീർ, പി എം ശൈല, പ്രീതി സതീഷ്, അംഗങ്ങളായ അനിത വിൻസെന്റ്, സി എ ജോസഫ്, വികസന സമിതി ചെയർമാൻ സി വി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചർച്ച് ബിൽ ആക്ടിനെതിരെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കരിദിനാചരണം നടത്തി. ചർച്ച് ബിൽ കേരളത്തിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഒരാലോചനയും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് ഡോക്ടർ പി കെ ബിജു എം പി. മാസങ്ങളായി നിശ്ചലമായ ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയുടെ നിർമ്മാണം പുനരാരംഭിച്ചു. 6 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കാൻ ധാരണ. വീടുകളിൽ നിന്ന് പട്ടാപ്പകൽ 100ഓളം പവൻ മോഷണം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. തൈക്കാട്ടുശ്ശേരിയിലെ വീട്ടിൽ നിന്ന് 50 പവൻ മോഷണം നടത്തിയതും ഇയാളെന്ന് പോലീസ്. ചിമ്മിനി റബ്ബർ തോട്ടത്തിൽ മുനിയറകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. റബ്ബർ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ മുനിയറകൾ തകർത്തതാണെന്ന് ആക്ഷേപം. പാഞ്ഞാളിൽ റിട്ടയർഡ് അധ്യാപിക കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.